ശങ്കരാചാര്യൻ്റെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ശങ്കരാചാര്യൻ കാശിക്ക് വന്നു. കാശി വന്നിട്ട് ശങ്കരാചാര്യൻ ശിഷ്യന്മാരോടുകൂടി ഗംഗയിൽ കുളിച്ചിട്ട് മണികർണ്ണ എന്ന കാട്ടുവഴിക്ക് വഴിയാണ് ഈ വഴിക്ക്. അന്നത്തെ ഇടുങ്ങിയ വഴിയിൽ വരുമ്പോൾ ഒരു 4 നായെ പിടിച്ചുകൊണ്ട് ഒരു ചണ്ടാളം വരികയാണ്. കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചണ്ടാളിന് ശിഷ്യന്മാർ മാറി നിൽക്കാൻ പറഞ്ഞു. സുരേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിഷ്യ മാറി നിൽക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ സാവുജി വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ശങ്കരാചാര്യനെ കുറിച്ച് ആ ചണ്ടാളൻ ചോദിച്ചു, ആര് മാറി നിൽക്കണം? ഞാൻ എൻ്റെ ആത്മാവിനെ മാറ്റി നിർത്തണം, എൻ്റെ ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് കേട്ടിട്ടല്ലോ. അപ്പോഴാണ് ശങ്കരാചാര്യൻ മനസ്സിന് ആരാണെന്ന്. സർവേശ്വരൻ. ഇത് വിശ്വനാഥം വന്നതാണ്. അതുമാത്രമല്ല ഈ 4 നായ്ക്കളും 4 വേദങ്ങളാണ്. ഇത് കണ്ടപ്പോൾ ശങ്കരാചാര്യൻ നമസ്കരിച്ചു. ആ വഴിയാണ് ശങ്കരാചാര്യൻ നടന്നു വന്ന വഴിയെ ആ വഴി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മോഡിജി ഇത് മുഴുവനും എല്ലാം വീണ്ടെടുത്ത സ്ഥലമാണ്. നമുക്ക് മണികർണിക ഘാട്ട് കാണാം. 24 മണിക്കൂറും ശവം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഹരിശ്ചന്ദ്ര ഘാട്ടും മണികർണിക ഘാട്ടും. നമ്മൾ ഹരിശ്ചന്ദ്ര ഘാട്ട് ഇന്നലെ രാത്രി നമ്മൾ ഇറങ്ങി വരുമ്പോൾ 15 മണിക്കൂർ കൊണ്ടുപോയില്ല കണ്ടില്ല. 24 മണിക്കൂറും ശവം ദഹിപ്പിച്ചുകൊണ്ടിരിക്കും മണികർണിക ഘാട്ടിലും ഹരിശ്ചന്ദ്ര ഘാട്ടിലും. ഒരു മണികർണിക ഘാട്ടിലെന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ഇവിടെ ശവം എന്ന് പറയാൻ പാടില്ല. ശിവമാണ് ഇവിടെ ശവം ആരും പറയില്ല. ഇവിടെ എന്താ വെച്ചാൽ ഒരു വിലയില്ല. മരിച്ചവരെ തൊട്ടാലോ മരിച്ച മൂടിയെ തൊട്ടാലോ അവരെ തൊട്ടാലോ അമ്പലത്തിൽ കയറാം. ഇവിടെ എന്താ സർവേശ്വരൻ മണികർണിക ഘാട്ടിൽ നിത്യം ചവിട്ടിയ ആളാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അതാണ് മണികർണിക ഘാട്ട് മുമ്പ്. അത് കണ്ടു വേണം ഭഗവാനെ തൊഴാൻ. വെച്ചാൽ ഒരു മനുഷ്യനെ കുറിച്ച് എല്ലാം എത്ര വലിയ ആളായാലും എന്തെന്നെ ആയാലും നമുക്ക് അതാണ് അത് തിരിച്ചതാണ് ഇല്ലല്ലോ. അത് ഇന്നെങ്കിലും നാളെയെങ്കിലും 50 കൊല്ലം കഴിഞ്ഞാൽ ആ തിരിച്ചുണ്ട് ആണ്. അത് കണ്ടിട്ട് വേണം ഇത് കയറാൻ. അപ്പോൾ അതിനുവേണ്ടി ഈ വഴിക്കാണ് ശങ്കരാചാര്യം വന്നത്. അപ്പോൾ ആ ശങ്കരാചാര്യം വന്ന വഴിയൊക്കെ പുതിയ വഴിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മണികർണിക കാട്ടാണ്. അപ്പോൾ അകല്യ വഴിക്ക് വേണ്ടി നിങ്ങൾ ഇത് ശങ്കരാചാര്യന് വേണ്ടി. അപ്പോൾ ശങ്കരാചാര്യനെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അറിയുന്നില്ല. ഇന്ത്യ ഭാഗത്ത് എവിടെ ചെന്നാലും ശങ്കരാചാര്യന് വലിയ മര്യാദയുണ്ട്. ഇവിടെ ശങ്കരാചാര്യനാണ് ഈ പൂജാ നിയമങ്ങളൊക്കെ ഗുരുവായൂർ പോലെ 3 നേര പൂജ കൊണ്ടുവന്നത് ശങ്കരാചാര്യനാണ്. ഉച്ചപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ. ഈ 3 പൂജയാണ് ഇവിടുത്തെ പ്രധാനം. ആ 3 പൂജയും ശങ്കരാചാര്യൻ ഉണ്ടാക്കിയതാണ്. അതുമാത്രമല്ല ഇവിടെ ശങ്കരാചാര്യൻ നിയമിച്ചത് സൗത്ത് ഇന്ത്യ രീതിയിലാണ് പൂജ. നമുക്ക് അതൊന്നും അറിയില്ല. നമ്മൾ കാശിയിലാണ് കിടക്കുന്നത്.